ഹായ് സ്റ്റുഡൻസ്, MC ലാബിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അഡീഷനും സബ്സ്ട്രാക്ഷനുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റ്മൽ സ്റ്റുഡിയോ എടുക്കാം. അറ്റ്മൽ സ്റ്റുഡിയോ ലോഡ് ആവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫയൽ എടുക്കുക, ന്യൂ എടുക്കുക, പ്രൊജക്റ്റ് എടുക്കുക. ഫയൽ എടുക്കുക, ന്യൂ എടുക്കുക, പ്രൊജക്റ്റ് എടുക്കുക. ഇവിടെയാണ് നമ്മൾ ഏത് ലാംഗ്വേജിലാണ് പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത്. രണ്ട് രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഒന്ന് സിയിലും ചെയ്യാം, അതുപോലെ തന്നെ ഇതിൽ ചെയ്യാം, അസംബ്ലറിലും ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാമോ, സി ആണ് എടുക്കേണ്ടതെങ്കിൽ സി കൊടുക്കുക, അസംബ്ലറാണ് എടുക്കേണ്ടതെങ്കിൽ അസംബ്ലർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, AVR സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡിവൈസ് സെലക്ട് ചെയ്യാൻ പറയും. അപ്പം നമ്മൾ അറ്റ്മെഗ 32 എന്ന് പറയുന്ന ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ ഏത് സെലക്ട് ചെയ്ത് കൊടുക്കണം, അറ്റ്മെഗ 32 എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നോക്കൂ, അപ്പോൾ നമ്മളെ പ്രോഗ്രാം വന്നു, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നു. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം എന്താണ്, രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യുക. ആ രണ്ട് നമ്പേഴ്സിൻ്റെ ഔട്ട്പുട്ട് ഏതിലേക്ക് സ്റ്റോർ ചെയ്യുക, ഒരു പോർട്ടിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. അപ്പം നമുക്ക് എന്ത് വേണം, ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്, ആദ്യം ഒരു വാല്യൂവിനെ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. രണ്ട് വാല്യൂസിനെ രജിസ്റ്റേഴ്സിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ഇത്, LDI മീൻസ് ലോഡ് ഇമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്ററിലേക്ക് ഡയറക്റ്റായിട്ടൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, LDI യൂസ് ചെയ്യണത്. LDI കൊടുക്കുക, രജിസ്റ്ററിൻ്റെ നെയിം കൊടുക്കുക, കോമ, ആ വാല്യൂ കൊടുക്കുക, ഏതാണോ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യണ വാല്യൂ അത് കൊടുക്കുക. ഇനി ഏത് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, ഞാൻ 3 കൊടുത്തു. ഇനി LDI, ഇനി രണ്ട് വാല്യൂസ് വേണ്ടേ, അപ്പം നമ്മൾ LDI R21, 2 എന്ന് കൊടുത്തു. അപ്പം എന്താണ്, 3ഉം 2ഉം എന്ന് പറയുന്ന വാല്യൂസ് ഏതിൽ സ്റ്റോർ ചെയ്തു, R20യിലും അതുപോലെ തന്നെ R21ലും സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ആഡിന് ആഡ് തന്നെയാണ് കൊടുക്കുക, ആഡ് കൊടുത്തു. ഇനി ഏതൊക്കെ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്, R20, R21. എന്താ കാരണം, ആ രണ്ട് വാല്യൂസും ഏത് രജിസ്റ്റേഴ്സിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ R20, R21. ഇനി റിസൾട്ട് ഏതിലാണ് ഉണ്ടാവുക, ആഡ് ഇൻസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്ത് റിസൾട്ട് ഏതിലുണ്ടാവും, ഫസ്റ്റ് രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുക. രണ്ട് വാല്യൂസ് ആഡ് ചെയ്ത് റിസൾട്ട് ഏതിലാണ് ഉണ്ടാവുക, ഫസ്റ്റ് രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ R20 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്തുണ്ടായിരിക്കും, റിസൾട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇനി ആ റിസൾട്ട് നമുക്ക് എവിടേക്ക് കൊടുക്കണം, ഒരു പോർട്ടിലേക്ക് കൊടുക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് എന്ത്, ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടിലേക്ക് നമുക്ക് ആ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ്. ഔട്ട് സ്പേസ് ഇടുക, ഏതാണോ പോർട്ട് അതിൻ്റെ നെയിം കൊടുക്കുക, പോർട്ട് B, R20യിലല്ലേ റിസൾട്ട് ഉണ്ടാവുക, R20 എന്ന് കൊടുത്തു. ഇത്രയാണ് എന്ത്, ഒരു അഡീഷൻ ചെയ്യാനുള്ള പ്രോഗ്രാം. ഇനി ഇവിടെ കൊടുത്തു, ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ബൈനറിയിലായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ഏതിൽ കാണാൻ പറ്റും, പോർട്ട് Bയിൽ കാണാൻ പറ്റും. റിസൾട്ട് ഏതിലാണ് ഉണ്ടാവുക, പോർട്ട് Bയിലാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ക്ലീൻ ചെയ്യാൻ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രീവിയസ് അസംബ്ലി പ്രോഗ്രാംസോ അല്ലെങ്കിൽ അതിൻ്റെ കോഡുകളോ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിലേക്ക് എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീൻ കൊടുക്കണത്. എന്നിട്ട് അതിനെ കമ്പയൽ ചെയ്യാം, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ബിൽഡ് സൊല്യൂഷൻ കൊടുത്തപ്പോൾ ഇവിടെ കണ്ടു, ഒറ്റ എറേഴ്സും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ നോക്കൂ, ഇവിടെ ഒരു ഗ്രീൻ ബട്ടൺ കാണാം, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡീബഗർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെലക്ട് ഡീബഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, സിമുലേറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, നമുക്ക് പ്രോഗ്രാം എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ റൺ ചെയ്യണം, ഒന്നുകൂടി റൺ ചെയ്യാം. അതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റായിട്ട് LED ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതിലാണോ ഓപ്പറേഷൻ നടക്കണേ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ബ്രേക്ക് പോയിൻ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഔട്ട്പുട്ട് വരുന്ന സ്ഥലത്തും നമ്മുടെ ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് പോയിൻ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് പോയിൻ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് റിസൾട്ടാണ് കാണേണ്ടത്. റിസൾട്ട് എവിടെയാണ് ഉണ്ടാവുക, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് വ്യൂ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ റൺ ചെയ്തു നോക്കൂ. ഇവിടെ ഈ ബാറിൽ നമുക്കിവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് വ്യൂ എന്ന് പറഞ്ഞ് കാണാം. അതിലാണ് നമ്മൾ എന്തുണ്ടാവുക, റിസൾട്ട് ഉണ്ടാവുക. ഇവിടെ എന്തുണ്ടാവും, പോർട്ടുകൾ, അതുപോലെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പം നമ്മൾ അതിൽ നിന്ന് പോർട്ട് ബി സെലക്ട് ചെയ്ത് വെക്കുക. പോർട്ട് ബിയിലാണ് നമുക്ക് എന്തുണ്ടാവുക, റിസൾട്ട് ഉണ്ടാവുക. പോർട്ട് ബിയിലേക്കല്ലേ നമ്മൾ കൊടുത്തിരിക്കണേ. അപ്പോൾ പോർട്ട് ബിയിലുണ്ടാവും. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ റൺ ചെയ്ത് കൊടുക്കുക. റൺ ചെയ്യുമ്പോൾ നോക്കൂ, 3+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 5 ആണ് കിട്ടുക. 5ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് 1 വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, LED ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ കിറ്റിലേക്കാണ് കൊടുക്കണമെങ്കിൽ അവിടുത്തെ കറസ്പോണ്ടിങ് LED ബ്ലിങ്ക് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഈ സ്ക്രീനിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് 1 വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, LED ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഏത് വാല്യൂസ് കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, ഈ LED ബ്ലിങ്ക് ചെയ്യും, ഈ പോർട്ട് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കൂ, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 101 ആണ്. അപ്പോൾ 1 വരുന്ന സ്ഥലത്ത് LED ബ്ലിങ്ക് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, നമുക്കതിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ 1 2 എന്ന് കൊടുത്ത് നോക്കാം. 1 2 ഉത്തരം എന്താണ്, 3 ആണ് വരിക. അപ്പോൾ 3 വരികയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് കൊടുത്തു. വീണ്ടും അതിനൊന്ന് റൺ ചെയ്തു. പോർട്ട് ബിയിലാണ് ഉത്തരം ഉണ്ടാവുക. പോർട്ട് ബി സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻസ് കാണാം. നോക്കൂ, 1 2 എന്താണ് ഉത്തരം, 3 ആണ് ഉത്തരം. അപ്പോൾ എന്താണ് വരിക, 1 1 എന്നാണ് വരിക. അപ്പോൾ ഈ 2 ബിറ്റിൻ്റെ അവിടെ എന്ത് ചെയ്യും, LED ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ 1 1 എന്ന് പറഞ്ഞ് ഉത്തരം വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, സബ്സ്ട്രാക്ഷൻ ചെയ്യണം. സബ്സ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ചേഞ്ചാണ് ആകെ കൂടി വരുത്താനുള്ളൂ. എന്താണ്, ഇവിടെ സബ് എന്ന് കൊടുക്കണം. സബ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുക, സബ്സ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ആഡിൻ്റെ സെയിം പോലെ തന്നെയാണ് എന്താ സബ്ബും. ഇതിൻ്റെ റിസൾട്ട് ഏതാണ്, ഫസ്റ്റ് രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുക. R20 തന്നെയാണ് എന്തുണ്ടാവുക, റിസൾട്ട് ഉണ്ടാവുക. നമുക്കിവിടെ 3 എന്ന് കൊടുത്തു നോക്കാം, 1 എന്ന് കൊടുത്തു നോക്കാം. വാല്യൂ മാറ്റി 3ഉം 1ഉം. അപ്പം നമുക്ക് എന്താ വരിക, 2 എന്നാണ് ഉത്തരം വരിക. ഉത്തരം എന്താണ്, 0 1 0 എന്നാണ് വരേണ്ടത്. അത് ഏതിലാണ് വരിക, പോർട്ട് ബിയിലാണ് വരിക. ഇനി നമുക്ക് എന്താ ചെയ്യാം, ഇതിനെ സ്റ്റോപ്പ് ചെയ്തു. നമുക്കിതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഏത് സെലക്ട് ചെയ്യണം, നമ്മൾ ഇതിന്ന് പോർട്ട് ബി സെലക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്യാം. നോക്കൂ, 0 1 0 എന്ന് വന്നു ഇല്ലേ. ഇനി നമുക്ക് വീണ്ടും വേണമെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഒന്നുകൂടി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി കൊടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 5 എന്ന് കൊടുക്കാം, 3 എന്ന് കൊടുക്കാം, 5 എന്ന് കൊടുക്കാം, 3 എന്ന് കൊടുക്കാം. 5 - 3 എന്താണ്, 2 വരും. അതിന് പകരം 6 3 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വേണം, 0 1 1 എന്ന് പറയുന്ന ആൻസർ വേണം. നമുക്കൊന്നും കൂടിയും അത് സ്റ്റോപ്പ് ചെയ്ത് കമ്പൈൽ ചെയ്യാം, റൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോർട്ട് ബി സെലക്ട് ചെയ്യാം. പോർട്ട് ബി സെലക്ട് ചെയ്ത് വെച്ചിട്ട് റിസൾട്ട് എന്താ വരണേന്ന് നോക്കാം. പോർട്ട് ബി സെലക്ട് ചെയ്തു, റൺ ചെയ്ത് നോക്കൂ. ഇപ്പം എന്താണ് വന്നത്, 3 എന്നാണ്. 2 വട്ടം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ LED ഒരു വട്ടം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് ബ്ലിങ്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വട്ടം റെഡ് വന്ന് പോയി, രണ്ടാമത്തെ ക്ലിക്കിനാണ് ഇപ്പോൾ ഇതിങ്ങനെ വന്നത്. ഒന്നുകൂടി റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, 1 1 എന്നുള്ള ഉത്തരം വന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.